തീരമോ തരംഗമോ രാഗസാഗരമോ ആതിരത്തെന്നലോ താരകളോ ഇടയ മുരളികയോ തീരമോ തരംഗമോ രാഗസാഗ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിലത്തെ ഓണം സെലിബ്രേഷൻ്റെ അന്നെടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ തലേന്ന് ഞാൻ മെഹന്തി ഇട്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഇത് പറിക്കാൻ ഭയങ്കര ഇഷ്ടം സംഭവം. അപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ സാറ്റിസ്ഫൈങ് ആണ് ഇത് പറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് കൊടുത്തായിരുന്നു കയ്യെ. അപ്പം പിന്നെ ഞാൻ തലേന്ന് ഇട്ടുകൊണ്ട് നല്ലൊരു ഇത് കയ്യിൽ സ്റ്റെയിൻ നന്നായിട്ട് നല്ലൊരു റെഡ് കളറിന് ഒരു പിങ്ക് അല്ല ഒരു കാപ്പി കളർ അങ്ങനത്തെ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി, ഞാനിട്ടാണ് കേട്ടോ. അത് കുറച്ച് ഓവറായി പോയി, കാരണം ഫുൾ ഹാൻഡും ഫില്ലായി ഇതിട്ട്. അപ്പം ഇത്ര വേണ്ട, അത് കുറച്ച് കുറയ്ക്കാമെന്ന് എനിക്ക് പിന്നെ തോന്നി. സ്റ്റെയിനല്ല, ആ ഡിസൈനിൻ്റെ ഒരു ഇത്. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു നല്ലൊരു കാർമേഘമോ അല്ലെങ്കിൽ മഴ അങ്ങനെയൊന്നുമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്താ ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ ടെറസിലേക്ക് പോയേക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വെള്ളമോ ഫുഡൊക്കെ ഈ ടെറസിൽ കൊണ്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഈ ബേർഡ്സൊക്കെ വന്നിട്ട് അതിങ്ങനെ കഴിച്ചോളൂല്ലോ. അപ്പം ഞാൻ വയ്ക്കാൻ 2-3 ദിവസമായിട്ട് അപ്പോൾ അങ്ങനെ വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ദം ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും തലേന്നത്തെയാണ്, രണ്ടും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുമായിരുന്നു. ഞാൻ ഒരു പൊറോട്ട കഴിച്ചുള്ളൂ. കറിയൊന്നുമില്ല. ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടായിരുന്നു. കാരണം മെഹന്തി ഇട്ടേക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കഴിക്കണ്ട എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. കഴിച്ചില്ല, കുറച്ച് ദമ്മും കഴിച്ചു. അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമുക്കിങ്ങനെ പോകുന്ന ദിവസം എനിക്ക് തിരി വിശപ്പില്ല. ഇങ്ങനത്തെ പോകുന്ന ദിവസം നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡ് ഫുൾ അവിടെ ആയിരിക്കുമല്ലോ, കഴിക്കാൻ അങ്ങനെ തോന്നാറില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ സ്കൂളിലേക്ക് പൂ കൊണ്ടുപോകണല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെയാണ് ഞാൻ പറിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ കിട്ടിയത് എനിക്ക് 2-3 പൂവാണ്. അപ്പം ഞാൻ പിന്നെ അത് കൊണ്ടുപോകണേക്കാൾ അത് കൊണ്ടുപോകാതിരിക്കണം വിചാരിച്ച് ഒന്നും കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല ഗൈസ്. ശുഭം. അങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഷോള്. ഈ ഒരു പിങ്കിഷ് പീച്ച് അങ്ങനെ പറയല്ലേ. അപ്പം ഇങ്ങനൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വരുന്ന ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വർക്കുകളാണ്. അത്യാവശ്യം ഇങ്ങനെയൊക്കെ ഒരേടിക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ 2 സൈഡും നമുക്കിങ്ങനെ ഷോളിൻ്റെ എൻഡിൽ ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്ത്, മമാർത്തിൻ്റെ ടേമറിക് ഫേസ് വാഷ്. ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഇന്ന് മേക്കപ്പ് ഞാൻ യൂസ് ചെയ്ത് ഒത്തിരിയായിട്ട് മേക്കപ്പ് അങ്ങനെയൊന്നും ചെയ്തില്ല, കാരണം ബസ്സിനല്ലേ പോണത്. അതുകൊണ്ട് എന്തിനാണ് വെറുതെ പറഞ്ഞിട്ട്. പിന്നെ ഇത് ഈ ഒരു ഗാർണിയറിൻ്റെ ക്രീം യൂസ് ചെയ്ത്, പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത്, പിന്നെ ഈ ഒരു ലാക്മിയുടെ സൺസ്ക്രീനും നല്ല മാറ്റായിരുന്നു കേട്ടോ. പിന്നെ BB ക്രീം കുറച്ച് ഇട്ട് കൊടുത്തു. ഇതാണ് എൻ്റെ കൈ. ഞാൻ കൈ ഈ സൺലൈറ്റിൻ്റെ അടിയിൽ വെച്ച് നല്ല രസമാണെന്ന് വിചാരിച്ചു വെച്ചപ്പോൾ അതൊന്നും കാണാനില്ല. അങ്ങനെ ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക് എന്നാണ് ഇതിന് ഫുൾ ലുക്ക്. എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഞാൻ വലിയ രീതിയിൽ അങ്ങനെ അണിഞ്ഞൊരുങ്ങി അങ്ങനെയല്ല പോയത്. കാരണം എന്താ പറയുക, നമ്മുടെ സ്കൂളിൽ അത്ര വലിയ സെലിബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല, സദ്യ ഒന്നുമില്ല. പായസം ഉണ്ടായിരുന്നു, പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ശർക്കര വരട്ടി ഉണ്ടായിരുന്നു. അല്ലാണ്ട് സദ്യയോ അല്ലെങ്കിൽ ഡിജയോ വലിയ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു മിനിമലായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് എൻ്റെ കമ്മൽ അത്രയും കുറച്ച് ഹെവി ആയിട്ടിട്ടുകൊണ്ട് ഞാൻ പിന്നെ കഴുത്തിലൊന്നും ഇട്ടില്ല. കാരണം രണ്ടും കൂടെ ഹെവി ആകുമ്പം വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ബഹിഷ്കരിച്ചു നെക്ലേസ്. അതാണ് എൻ്റെ കൈസ്. അങ്ങനെ ഞാൻ ഹെയർ സ്റ്റൈലും വളരെയധികം മിനിമലായിരുന്നു. ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്ത് ഇങ്ങനെ ചെറിയൊരു ഹമ്പ് ചെയ്തിട്ട് അങ്ങനെ ഒക്കെയായിരുന്നു. പിന്നെ ഞാൻ കണ്ണിങ്ങനെ വാലിട്ടാണ് എഴുതിയതിട്ടോ. എന്തോ ഭാഗത്ത് രണ്ട് രീതി ശരിയായിട്ട് വന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇതാണ് എൻ്റെ ചെരുപ്പ്. ഡ്രസ്സിന് ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഈ ചെരുപ്പ്. അപ്പോൾ അത്യാവശ്യം ഫ്ലാറ്റാണ് ചെരുപ്പ്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫ്ലാറ്റ് ചെരുപ്പ് എനിക്കിഷ്ടം, കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് ഓടി നടക്കുമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാലിങ്ങനെ വേദന എടുക്കും ഇത്രയും ഇതിടുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം സ്കൂളിൽ ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സ്കൂളിൽ വെച്ച് എടുത്തു. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലെടുത്താണ് കേട്ടോ. അപ്പം ഇവരൊക്കെയാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്സ്. മൈ ഗുഡ് വൈബുള്ള നല്ല അടിപൊളി ചങ്കുകളാണ് ഇവരൊക്കെ. അപ്പം അതിൽ നമുക്കിനി ഓരോരോ വീഡിയോയിൽ ഓരോരുത്തരും ഞാനിങ്ങനെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇനി സ്കൂളിൽ എപ്പോഴും ഫോൺ കൊണ്ടുപോകാൻ പറ്റാതെ എനിക്ക് അറിയില്ല, കാരണം സ്കൂളിൽ പ്രോബബ്ലി ഫോൺ അലൗഡ് അല്ല. അപ്പം ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുരിശുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നല്ല സ്കൈയാണ്, നല്ല അടിപൊളിയായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് വാസ് പക്ക അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് സൂസി ഹായ് പറ. ഹായ്, സൂസിയുടെ അനിയത്തി. ഹായ് പറ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ വെച്ച് നടപ്രഥമൻ പായസം അതുണ്ടാക്കിയായിരുന്നു. ഞാൻ ഭയങ്കര വലിയൊരു പായസം ഫാനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് ഇനിയും വീഡിയോ ഇടാനുണ്ടാവുള്ളൂ. ഹാപ്പി ഓണം ഗൈസ്.